ഹേ ഗൈസ്, കഴിഞ്ഞ ദിവസം എൻ്റെ താത്തയും മക്കളും ഇങ്ങോട്ട് വന്നത് ഒരു വണ്ടിക്കാണെങ്കിലും ഇന്നലെ ഞങ്ങൾ തിരിച്ചു പോയത് 2 വണ്ടിക്കാണ്. താത്താനെ ഒറ്റയ്ക്ക് വിടണ്ട എന്നായിരുന്നു വീട്ടിൽ നിന്നുള്ള അഭിപ്രായം. ഒന്നുമില്ല, ഇവളീ കൃഷി പോലെ 3-4 എണ്ണത്തിനെ പെറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ എല്ലാത്തിനെയും കൂടി ഒരു വണ്ടിക്ക് പോകണ്ടെന്നായിരുന്നു വീട്ടുകാരുടെ അഭിപ്രായം. ഇങ്ങോട്ട് വന്നത് ഇവരോട് പറയാതെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു പോയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ പോയത്. ഞാൻ, എൻ്റെ മോന് ഷാനും താത്താൻ്റെ മോനും കൂടി ഞങ്ങൾ 3 പേരും ഒരു വണ്ടിക്കും, താത്താൻ്റെ 2 പെൺകുട്ടികളും ഞങ്ങളുടെ ചക്കട കുട്ടി അവരൊരു വണ്ടിക്കും, അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി 2 വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങി കേട്ടോ. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ഒരു സാങ്കേതിക കാരണമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ തിരിച്ചെത്തണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് 7 മണി ആയപ്പോഴേക്കെങ്കിലും ഇറങ്ങിയത്. തിരിച്ചെത്താൻ എനിക്ക് ആ സമയത്തിന് പറ്റിയില്ല. ഞാൻ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഇരിപ്പായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, കുറച്ച് ഗ്യാപ്പ് എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ടയേർഡായിരുന്നു. നോമ്പല്ലേ, പച്ച വെള്ളം വല്ലയിടത്തൊന്നും കുടിക്കാൻ പറ്റുമോ? മാത്രമല്ല വീട്ടിൽ വന്നിട്ടും വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ നോമ്പൊക്കെ എടുക്കുന്ന കുട്ടിയാണ്. അങ്ങനെ പിന്നെ നല്ല ക്ഷീണം പിടിച്ചതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ട് 4 മണിക്കാണ് പിന്നെ ഡ്യൂട്ടിക്ക് പോയത് കേട്ടോ. പിന്നെ ഞങ്ങൾ ചുരത്തിലിറങ്ങി കുറച്ച് നേരം വായി നോക്കി, 2 കുരങ്ങന്മാരെയൊക്കെ കണ്ട് 2 ഫോട്ടോയൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ നേരെ വിട്ടു കേട്ടോ. അങ്ങനെ കൈതപ്പോല് ടൗണെത്തിയിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് ചാട്ടമായിരുന്നു. റോഡ് പണി നടക്കുന്നത് കൊണ്ടായിരിക്കണം, റോഡ് പണി നടക്കുന്നത് കൊണ്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ചാട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ഇസാൻ ഫുൾ വീഡിയോ എടുത്തു തന്നത് അവനായിരുന്നു കേട്ടോ. അവനെക്കൊണ്ട് പറ്റുന്ന പോലെ, അവന് ഭയങ്കര പേടിയായിരുന്നു വണ്ടിയിലിരുന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ. പക്ഷേ എന്താണെങ്കിലും എൻ്റെ കുട്ടി എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന മോനാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ശേഷം അവിടെ എത്തി. അവിടെ എന്താണ്ട് ഇരിക്കുന്നു, പെരേന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ താഴെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബാബുക്കുട്ടീനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു കണ്ട് അപ്പം തന്നെ തിരിച്ച് പോരുകയാണ് കേട്ടോ ചെയ്തത്. നിൽക്കാനുള്ള ടൈം ഞങ്ങൾക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ.